അയ്യോ എന്റെ മോനെ എന്തായാലും ഈ സമയത്ത് നീ ഇങ്ങോട്ട് വന്നത് എനിക്കൊരു ആശ്വാസമായി. അമ്മയുടെ മരുന്ന് എടുത്തു തരാൻ പറഞ്ഞപ്പോ എന്നോട് പറയാ അതൊക്കെ തോന്നുമ്പോ കൊടുത്തോളാം, നീ അതിലൊന്നും ഇടപെടണ്ടെന്ന്. എന്നിട്ട് പറയാ ഇവിടുത്തെ ജോലി മൊത്തം ഞാൻ ചെയ്യണോന്ന്. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ അമ്മയുടെ തുണി കഴുകിടാൻ നോക്ക്. മനോജേട്ടാ നീ ഒന്നും പറയണ്ട, ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും ആ തുണി കഴുകിയിട്ടേക്കണം. ഈ സമയത്ത് നമ്മൾ രണ്ടുപേരും കൂടെ വഴക്കൂടിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മളെ രണ്ടുപേരെയും പ്രധാന ശത്രു ആ മാളവിക. ഒരു ചായ വേണം. ഓ അതിനെന്താ, ഇട്ട് തരാലോ. അതിന് തന്നെ മോള്. നീ എന്തിനാ ചായ അയക്ക് കൊടുക്കാൻ പോയേ? പിന്നെ ചായയിൽ വിമ്മിട്ടിടണമെന്ന് പറയണമായിരുന്നോ? കുറെ നേരിട്ടത് പഠിക്കാൻ നോക്ക്. അമ്മ കുറച്ചും കൂടെ റെസ്റ്റ് എടുക്ക്. ഇപ്പഴിങ്ങനെ സ്ട്രെയിൻ ചെയ്തതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഞാൻ എന്ത് ചെയ്യണം നീയാണോ തീരുമാനിക്കുന്നത്? എന്നെ അങ്ങനെ കിടത്താൻ നോക്കല്ലേ. അല്ല, ഞാൻ ഒരു ചായ ചോദിച്ചപ്പോഴേ വിമ്മ് കലക്കി തന്നെയാ വച്ചിട്ടുണ്ട് രണ്ടിനും. ചുമ്മാ ചൊറിയാൻ വന്നാലേ ഇതായിരിക്കും അവസ്ഥ. വെറുതെ ഒന്നും അല്ലല്ലോ, നീ ചോദിച്ചു മേടിച്ചല്ലേ. എടി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാറായോ? അമ്മയും മോളും ഞങ്ങളോട് കാണിക്കുന്ന വെച്ച് നോക്കിയാലേ ഇത്രയൊന്നും പറഞ്ഞാ പോരാ. ഓഹോ, ഇപ്പൊ രണ്ടുപേരും ഒറ്റ സെറ്റായോ? ആയെങ്കിൽ നമുക്ക് കാണാം ഇത് എത്ര വരെ പോകുന്നു. ആ കാണാം. അമ്മ വാ. ഇതെന്താ ചേച്ചി രാവിലെ പായസമൊക്കെ? ഇന്ന് നിന്റെ പിറന്നാളല്ലേ? ചേച്ചി എന്നെ ബർത്ത്ഡേ ഒക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടോ? ആ, നീ എന്നെ കുറിച്ച് പിന്നെ എന്താ വിചാരിച്ചേ? ഇതിലൊന്നും കലക്കിട്ടില്ലല്ലോ അല്ലേ? നിന്നോട് ഞാൻ അങ്ങനെ ചെയ്യോ? പിന്നെ ഇത് മാത്രമല്ല, ഞാൻ നിനക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടേ. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? അതൊക്കെ കിട്ടുമ്പോ കണ്ടാ മതി. നീ വാ. എടി അപർണേ, ഇതിന്റെ ക്രെഡിറ്റും കൂടി നീ അങ്ങ് എടുത്തോ. എന്തോന്നാടി അവർക്കിട്ട് എങ്ങനെ പണി കൊടുക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുവാണോ? അതെ അമ്മേ, എനിക്കിട്ട് പണി തന്നിട്ടെ അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? നീ വെറുതെ കൂടുതലൊന്നും ആലോചിച്ച് സമയം കളയണ്ട. ദേ മാളു, വെറുതെ പണി വാങ്ങിച്ചു കൂട്ടണ്ട കേട്ടോ. പിന്നെ ആരെപ്പ ഇങ്ങോട്ട് വിളിച്ചത്? ഇറങ്ങി പൊയ്ക്കോണം എന്റെ റൂമിൽ നിന്ന്. ഞാൻ ഈ പായസം തരാൻ വന്നതാ, വേണമെങ്കിൽ കുടിക്ക്. ഓ, അടുത്ത പണിയായിട്ട് ഇറങ്ങിയിരിക്കല്ലേ? ദേ കൊച്ചേ, ഇന്നേ അരുണയുടെ ബർത്ത്ഡേയാ. മോള് പേടിക്കണ്ട, ഞാൻ ഇതിലൊന്നും കലക്കിയിട്ടില്ല. അല്ലേ തന്നെ നിന്നെ ആര് പേടിക്കുന്നു? ഞാൻ എടുക്ക്. മാളു, നിനക്കൊരു പണി കിട്ടിയത് പോരെ? കൊണ്ടുപോടി. നീ ഉണ്ടാക്കിയത് ഒന്നും എനിക്കോ എന്റെ മോക്ക വേണ്ട. വേണ്ടെങ്കി വേണ്ട. നിനക്ക് എന്തിന്റെ കേടാടി? അതമ്മ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതല്ലേ, അതിലൊന്നും കലർത്തിയിട്ടുണ്ടാവില്ല എന്ന് നീ പറഞ്ഞാ മതിയാ. അമ്മ പറയുന്ന കേട്ടാ തോന്നും അമ്മ അതിനകത്ത് എന്തോ കലർത്തിയിട്ടുണ്ടെന്ന്. എടി ഒന്ന് പയ്യെ പറയടി.
നീ വിളിച്ചു കൂടി എല്ലാരും അറിയിക്കുമല്ലോ. എന്റെ അമ്മേ, അമ്മേ ഇതെന്താ എന്നോട് പറയാന്? ഞാനിപ്പോ അത് മേടിച്ച് കുടിച്ചേനെ. എടി അത് പറയാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപർണയിട്ട പായസം കുടിച്ച് അരുണയ്ക്ക് പണി കിട്ടും. പിന്നെയും അവളുമാര് തമ്മിലുള്ള അടി സ്റ്റാർട്ടാവും. നമ്മളോട് കളിച്ച ഇങ്ങനെ ഇരിക്കണം. രണ്ടെണ്ണം കൂടി ഇവിടെ കിടന്ന് അടി കൂടണം. അത് കണ്ടിട്ട് വേണം എനിക്ക് തിരിച്ചു പോകാനായിട്ട്. അല്ലമ്മേ, ഇനി ചേട്ടനെങ്ങാണം അത് കുടിച്ച് പ്രശ്നം ഉണ്ടാവോ? ഇല്ലടി, അവൻ ഷുഗർ കട്ടെന്ന് പറഞ്ഞ് നടക്കുക. അതുകൊണ്ട് പായസം കുടിക്കാൻ ഒരു സാധ്യതയില്ല. എന്നൊരു കാര്യം ചെയ്യാം, ആ. നമുക്ക് താഴോട്ട് പോവാം. രണ്ടുപേരും അടി കൂടുതൽ നമുക്കൊന്ന് കാണാം. വാ. പുതിയ വീടൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? ആ പിന്നെന്താ സാർ, ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ സാർ ഇത്രയും നല്ലൊരു വീടെടുത്ത് തന്നില്ലേ. അത് സാറിനെ കൊണ്ട് മാത്രമേ പറ്റൂ. രമേശൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തല്ലേ. പുള്ളി വിളിച്ച് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാ നമ്മള്. ആ അമ്മേ, ഇതാ പ്രതാപൻ സാറ്. സാറാണ് ഈ വീടെടുത്ത് തന്നത്. ആണോ? സാറിനെ പറ്റി മോൻ എപ്പോഴും പറയാറുണ്ട്. മോളെ, സാറിനൊരു ചായ എടുക്കും മോളെ. അയ്യോ മനോജിന്നമ്മേ, ഒന്നും വിചാരിക്കരുത്. ഞാനിപ്പോ ചായ എവിടെ പോയാലും വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ചായ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനത് കുടിച്ചോളാം. അയ്യോ സാറേ, ഒന്നും വിചാരിക്കരുത്. അന്നൊരു അബദ്ധം പറ്റിയതാണ്. അത് സാറ് മനസ്സിൽ വെച്ചേക്കല്ലേ. അയ്യോ മനോജെ, എന്തായാലും നമ്മുടെ സേഫ്റ്റി നോക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. സാറേ, ഒന്നും കുടിക്കായിരുന്ന സാർ ഇപ്പോഴും അത് മറന്നിട്ടില്ല എന്ന അർത്ഥം. സാറ് ഇന്ന് അരുണയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ട് പോവാം. അത് സാരമില്ല മനോജെ. ഇല്ല സാറേ, ഒരു ഗ്ലാസ് പായസമെങ്കിലും കുടിക്കണം. മാളു, നീ പോയി സാറിന് ഒരു ഗ്ലാസ് പായസം എടുത്ത്. എന്നാ ഒരു കാര്യം ചെയ്തോളൂ, 2 ഗ്ലാസ് ആയിട്ട് എടുത്തോളൂ. ആ നോക്കിക്കാതെ പോയി എടുത്തിട്ട് വാ. ഇങ്ങോട്ട് വരാം. കൊടുക്ക്. മനോജെ, വിശ്വാസമില്ലാത്തോണ്ടല്ല, ഒന്നും വിചാരിക്കരുത്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി മോൾ ഒരു ഗ്ലാസ് കുടിക്കട്ടെ, എന്നിട്ട് ഞാൻ കുടിക്കാം. എനിക്ക് മനസ്സിലാവും സാർ, സാറിന് പേടിയുണ്ടല്ലേ. കുഴപ്പമില്ല. മാളു, നീ ഒരു ഗ്ലാസ് കുടിച്ച് കാണിച്ചു കൊടുക്ക്. അപ്പൊ സാറിന്റെ പ്രശ്നം തീരുമല്ലോ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേ, എന്ത് പ്രശ്നം? കുടിക്കേ. അപർണ, ഞാൻ സാറിനോട് ഇരിക്കുക. മോളെ മാളു, ഞാനുണ്ടാക്കിയ പായസം കഴിച്ചിട്ട് അരുണയ്ക്ക് പണി കിട്ടിയ ഞാനും അരുണയും തമ്മിൽ വഴക്കാവുന്നല്ലേ അമ്മയുടെ പ്ലാൻ? നീ ഇത് തന്നെയല്ലേ നേരത്തെ എന്റെ മോളോട് ചെയ്തത്. ഇപ്പൊ ഞാൻ പറയുന്നോ? ചെയ്തെങ്കിലേ കാര്യമായി പോയി. അമ്മയുടെ മോളെ കയ്യിലിരിപ്പിനാ അവക്ക് കിട്ടിയത്. നീയൊക്കെ ജയിച്ചെന്ന് വിചാരിക്കണ്ട. നിന്നൊന്നും ഈ വീട്ടിൽ സമാധാനത്തോട് കഴിയാൻ ഞാൻ അനുവദിക്കത്തില്ല. നീ ചെയ്യാനുള്ളൊക്കെ ചെയ്യടി. വാ ചേച്ചി. അമ്മ, അയ്യോ, ചേച്ചി എന്താടി പെണ്ണേ?
ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ശ്രീകുട്ടൻ വിളിച്ചിരുന്നോ? എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു കാറ് മേടിച്ചു തരാന്ന് പറഞ്ഞു. കാറോ? പൈസ ഉടനെ ഇട്ട് തരാന്ന് പറഞ്ഞു. അതിന് നിനക്ക് കാറൊക്കെ ഓടിക്കാൻ അറിയോ? ഇനി പഠിക്കാലോ. ഓ, കോളടിച്ചല്ലോ. അമ്മേ, ആ ശ്രീകുട്ടൻ എന്ത് പണിയാ കാണിച്ചേ? എന്താടി, എന്ത് പറ്റി? അവനെ അരുണയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കാറാ വാങ്ങിച്ചു കൊടുക്കുന്നേന്ന്. ആണോ? അതെ, എനിക്കും കാറ് വേണം. ഈ കാറിനൊക്കെ ഒരുപാട് പൈസ ആവൂലേ? അതൊന്നും എനിക്കറിയില്ല. അവക്ക് കാറ് വാങ്ങുന്നതിന് മുന്നേ എനിക്ക് കാറ് വാങ്ങിച്ചു തരണം. എടി, ഞാൻ വിചാരിച്ച ഒരു കാറൊന്നും വാങ്ങിക്കാൻ പറ്റില്ല ഇപ്പൊ. അമ്മ വിചാരിച്ചാ നടക്കൂലായിരിക്കും, പക്ഷെ ഏട്ടൻ വിചാരിച്ചാ നടക്കും. എനിക്ക് എന്തായാലും കാറ് വേണം.